ആഴങ്ങളിൽ ഓരോ തിരയും തീരത്തെത്തുന്നത് പ്രതീക്ഷകളുമായാണ്. തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴങ്ങളിൽ ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി സേവിയർ പീറ്റർ. നിരവധി ആത്മീയ അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിന് കടലിൽ ഉണ്ടായിട്ടുള്ളത്. മരണത്തിന്റെ വക്കിൽ നിന്ന് വരെ തിരിച്ചെത്തിയ സേവിയർ പീറ്റർ ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സേവിയർ പീറ്റർ. ഞാൻ കൊല്ലത്ത് ശക്തികുളങ്ങരയിലാണ് താമസം. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച് ഞാൻ 15ാമത്തെ വയസ്സിൽ മത്സ്യബന്ധനത്തിനായിട്ട് ഇറങ്ങി. ഞാൻ 10 മക്കളിൽ 10ാമത്തെ മകനാണ്. 8 ആണും 2 പെണ്ണുമായിരുന്നു. 7 പേരും മത്സ്യത്തൊഴിലാളിയായിരുന്നു. എന്നെ പഠിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മത്സ്യബന്ധനമാണ് ഇതിനൊരു മാർഗ്ഗമെന്നൊരു ചിത്രത്തിലാണ് ഞാൻ കടലിൽ പോകണം, ഇന്നത് നേടണം എന്നൊക്കെയുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കൊച്ചു വള്ളമുണ്ടായിരുന്നു. വള്ളത്തിൽ ചേട്ടന്മാരുടെ കൂടെ ഞാൻ പണിക്ക് പോയി. ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. ഒരു വർഷത്തോളം ഞാൻ വള്ളത്തിൽ പണിക്ക് പോയി. വളരെ കാറ്റും അതൊക്കെ കരയിൽ നിന്നുള്ള കാറ്റൊക്കെ വീഴുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി. അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു ബോട്ടിൽ പോകണമെന്ന്. അങ്ങനെ ചേട്ടൻ്റെ കൂടെ പണിക്കുവാൻ പോയി. ആദ്യത്തെ 1-2 ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും തലപെരുപ്പും ഛർദ്ദിക്കാനൊക്കെ വരുന്നു. പക്ഷേ ഞാൻ ഛർദ്ദിച്ചില്ല. അങ്ങനെ 2 കൊല്ലത്തോളം എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ പണിക്ക് പോയി. അത് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെയാണ് ആദ്യമേ പണിക്ക് പോയത്. പിന്നെ ക്ലീറ്റസ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെയും പണിക്ക് പോയി. 2 കൊല്ലം പണിക്ക് പോയതിനു ശേഷം ഈ ബോട്ടിൻ്റെ സ്രാങ്ക് ആകണമെന്ന് മനസ്സിലൊരു ആശ തോന്നി. രാത്രി ഒരു 9 മണിയാകുമ്പോൾ തന്നെ ബോട്ടിൽ പോയി കിടക്കും. അങ്ങനെ ഇന്നത്തെ കാണൊക്കെ അല്ല. അന്ന് നേരത്തെ ബോട്ടിൽ പോയി കിടന്നാലേ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ 19ാമത്തെ വയസ്സിൽ ആഗ്രഹം മൂത്ത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബോട്ട് കടലിൽ കൊണ്ടുപോയി. അങ്ങനെ എന്നെ ആ കുഞ്ഞു പ്രായത്തിൽ അപ്പൻ എന്നെ പള്ളിയിൽ കൊണ്ടുപോയിരുന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോയി. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം, ഞായറാഴ്ചത്തെ പൂജയ്ക്ക് മുടങ്ങാതെ നമ്മൾ പോകും. 6 ദിവസവും ജോലിയെടുക്കും. ഏണ്ടെന്ന് നമ്മൾ കരമുടക്കം പോലെ നമ്മൾ പണിക്ക് പോയിട്ടില്ല. അപ്പനാണ് എന്നെ ആത്മീയ കാര്യത്തിലോട്ട് ഒരു കരുതലെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അങ്ങനെ പണിക്ക് പോകാൻ പോയാൽ പള്ളിയുടെ അവിടെ വ്യാകുലമാതാവിൻ്റെ ആ രൂപത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ ബോട്ടിൽ പോകാൻ പോകത്തുള്ളൂ. അത് കണക്ക് തന്നെ ബോട്ടിൽ ചെന്നാലും പ്രാർത്ഥിച്ച് എന്തൊക്കെ ഇഞ്ചം നടത്തി നമ്മൾ പണിക്ക് പോകാറുള്ളൂ. അങ്ങനെ എൻ്റെ 19ാമത്തെ വയസ്സിൽ അന്ന് കടലുണ്ടായിരുന്നു. അങ്ങനെ ഈ ബോട്ടിൽ പോകുന്ന സ്ലാങ്ക് അന്ന് കടൽ കാരണം ഭയന്ന് വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എന്നെക്കാളും പ്രായമുള്ളൊരു ധൈര്യമുള്ളവരുണ്ടായിരുന്നു. മോനെ നമുക്കും പണിക്ക് പോകാം. അങ്ങനെ അന്ന് 5 ബോട്ടേ പണിക്ക് പോയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വളരെ അന്ന് വാടയിൽ നിന്ന് കാറ്റെന്ന് പറഞ്ഞാൽ വലിയ ഭയക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ എൻ്റെ ആ പ്രായത്തിൻ്റെ 19 വയസ്സുള്ള ആ ഒരു ചോരത്തിളപ്പിൽ ഞാനും അന്ന് പണിക്ക് പോയി. അന്ന് ഏതാണ്ട് 1 മണിക്കൂർ ഓടിയാൽ മതി നമ്മൾ വലയിടുന്ന സ്ഥലത്ത് ചെല്ലണമെങ്കിൽ. പക്ഷേ അന്ന് കാറ്റും മാരിയും കൊണ്ട് 1.25 മണിക്കൂർ ഓടിയാണ് അവിടെ ചെന്ന് വലയിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് സ്നാങ്കായിട്ട് പോകുന്ന ആ ഒരു എനർജിക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വലയിട്ട് 4 ബോട്ടുണ്ടായിരുന്നു. 4 ബോട്ട് ഞങ്ങളുമായിട്ട് വലയിട്ട് ആ 3 ബോട്ടിൽ മീൻ കിട്ടി. അവർ പോയി. ഞങ്ങളാണ് അവസാനം വലയെടുത്തത്. വലയെടുത്ത് ഞങ്ങൾക്ക് അന്നത്തെ 4 പുള്ളി എന്ന് പറയുമ്പോൾ ആ ബോട്ടിൻ്റെ അമരൽ ലോഡ് അയിലയും കുറഞ്ഞ കണവയായിട്ട് കിട്ടി. അങ്ങനെ ഭയങ്കര കടലായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ ബോട്ടേ പോയിട്ടുള്ളായിരുന്നു. ഒത്തിരി ആൾക്കാർ മുട്ടിൻ്റെ പുറത്ത്. അപ്പോൾ നമ്മൾക്ക് ആ വിശ്വാസം വ്യാകുല മാതാവിന് നമ്മൾ ഹൃദയത്തിൽ താണ്ടി ഈശോ നമ്മുടെ കൂടെ നിന്ന വാഹനം കടലിന് അത്ഭുതകരമായി നമ്മൾ അഴിക്കകത്ത് കയറിയും ചരക്ക് കൊടുത്ത് അന്ന്
ആ ഒരു സ്ലാങ് എന്നുള്ളൊരു പിന്നെ ബഹുമതി നമുക്കന്ന് കരസ്ഥമാക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഏകദേശം 59 വയസ്സോളമായി. പിന്നെ ഇത്രയും ഈ കാലഘട്ടത്തിലും നമ്മൾ സ്ലാങ്ങായിട്ട് തന്നെ വാഹനങ്ങളിൽ പോവുകയാണ്. എൻ്റെ പിന്നെ ഏകദേശം ഒരു 15 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ഈ ജൂൺ 15 എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് വന്ന്. അന്ന് ഞാൻ അത്രയ്ക്കും പക്വതയില്ലായിരുന്നു. എന്നാലും ഞാൻ മുട്ടിൻ്റെ പുറത്തൊക്കെ പോയിരുന്നത് ഈ ബോട്ട് താരുന്നതും കടൽ ക്ഷോഭമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചൊരു ചുഴലിക്കാറ്റിനെ അഭിമുഖീകരിച്ച ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അന്ന് ഇവിടുന്ന് വെളുപ്പിന് 4 മണിക്ക്, അന്ന് ചൂടൻ മലയാണ്, ചൂടയ്ക്ക് പോകുന്നത് നേരം വെളുത്താണ് പോകാറുള്ളത്. 4 മണിയായിട്ട് ഇവിടുന്ന് ബോട്ട് വിട്ട് പതുക്കെ അത് കുറച്ച് ഓടിയാൽ മതി. അതിന് സ്ലോയിൽ ഓടി ചെന്ന് രാവിലെ വലയിട്ട്, രാവിലത്തെ വലയെടുത്തപ്പം ഈ ചൂടയും എല്ലാ സൈസ് മീനും കൂടെ, അന്ന് കടലിനൊരു അന്തരീക്ഷത്തിനൊരു മാറ്റം കാണാൻ പോകുന്ന രീതിയിൽ വലയെടുത്തപ്പോൾ അത് ഒരു പുള്ളിയോളം എല്ലാ സൈസ് മീനും വലയിലുണ്ടായിരുന്നു. വല പിടിച്ച് അങ്ങനെ ഇട്ടപ്പം ജോലിക്കാർ പറഞ്ഞ് നമുക്കിത് കൊടുത്ത് കാശ് മേടിക്കാം. ഞാൻ പറഞ്ഞു ഒരു വലയും കൂടെ വലിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വലയിട്ട് ഒരു 15 മിനിറ്റ് ആയപ്പോൾ കടലിൻ്റെ ആ പടിഞ്ഞാറേ സൈഡിലൊരു ചെറിയ കാർമേഘം പോലെ ഇങ്ങനെ ഓടി. അന്നേരം ഞാനിങ്ങനെ ചോദിച്ചപ്പം അങ്ങനെ നിശബ്ദമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അതിൻ്റെ കാറ്റോ മഴയൊന്നും ഇല്ലായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ ഒരു ഇരുള് പോലെ ഇങ്ങനെ വെച്ചിട്ട് അന്നേരം ഞാൻ ജോലിക്കാരോട് പറഞ്ഞ് അത്ര പന്തിയായ ഒരു അന്തരീക്ഷമല്ലല്ലോ കാണുന്ന. അങ്ങനെ വെള്ളത്തിലോട്ട് നോക്കിയപ്പം അടിത്തട്ടിൽ നിന്ന് കുമിളികൾ പോലെ ഇങ്ങനെ മേപ്പോട്ട് വരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മീൻ കുമിളി വെക്കും. പക്ഷേ ഞാൻ കുമിളി വെക്കുന്നതെന്ന് ജോലിക്കാരോട് പറഞ്ഞപ്പം പറഞ്ഞ് വലയിൽ ഇപ്പോൾ തോനെ മീൻ കയറുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അങ്ങ് വലിയൊരു കറുപ്പായി മാറി. ഞാൻ പറഞ്ഞു വല എടുക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് ഇല്ല, ഒരു അരമണിക്കൂർ വലിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചരക്കൊക്കെ പുറക്കിയെടുക്കുകയാണ് അവർ. എല്ലാം പുറക്കി ഐറ്റംസ് തിരിഞ്ഞ് അത് കൊട്ടയ്ക്കകത്ത് പുറക്കി വെച്ച് ഞാനിങ്ങനെ വീണ്ടും വന്ന് വീലോസിൽ കയറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ചെറിയൊരു കാറ്റിങ്ങനെ ചെറുതായിട്ടിങ്ങനെ വന്നു. പക്ഷേ ആ കാറ്റ് അതിശക്തമായിട്ട് വലിയൊരു പിന്നെ കപ്പൽ വന്ന് ബോട്ടിലിടിക്കുന്ന പോലെ വന്ന് ഇടിച്ചോട്ട് ആ കാറ്റങ്ങ് മുറി. ഇരുന്ന ടാങ്കിൻ്റെ അടപ്പും കൊട്ടയും പ്ലേറ്റും കംപ്ലീറ്റ് ഇതെല്ലാം അങ്ങ് പറന്നുപോയി. ജോലിക്കാർ അസ്വസ്ഥരായി. ഞാൻ പറഞ്ഞു വല എടുക്കാമെന്ന് പറഞ്ഞു. വല എടുക്കാൻ നോക്കിയിട്ട് വല എടുക്കാൻ പറ്റുന്നില്ല, നിലവിളിയായി. അങ്ങനെ അതിൽ ഒരു തമിഴ്നാട്ടുകാരനുണ്ടായിരുന്നു. രാമേശ്വരം കടലിലൊക്കെ വലിയ കാറ്റിനും മഴയ്ക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഓടി വന്ന് ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ കിടന്ന് എല്ലാവരും നിലവിളിച്ച്. അപ്പം ഈ കാറ്റ് കണ്ട് കുറച്ച് ബോട്ടുകൾ ഞങ്ങളുടെ തെക്ക് നിന്ന ബോട്ടെല്ലാം ഓടി അവിടെ അരിക്കകത്ത് കയറി. അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിളി വന്നു. ഈ ഫോൺ വന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ചേട്ടൻ വിളിച്ച് അന്നേരം പറഞ്ഞ് ഓതിയ തിരിയെടുത്ത് വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ ജീവിത പങ്കാളിയോടും പറഞ്ഞ്. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. കടൽ അങ്ങ് നമ്മളൊരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8:30 മണിയായുള്ളൂ. പക്ഷേ രാത്രി ഒരു 12 മണിയുടെ ഇരുട്ടായിപ്പോയി കടലിൽ. എങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഒത്തിരി കാക്കകളും ഈ ചുഴലി ഇങ്ങനെ പിടിച്ച് ഈ വല എടുക്കാൻ പറ്റാതെ വല റോപ്പെടുക്കും, കടൽ പെട്ട് വീഴും, തിരിച്ചിളയി പോവും. അങ്ങനെ പടിഞ്ഞാറശം ഒരു ബോട്ടുണ്ടായിരുന്ന ബോട്ടിൻ്റെ ടാപ്പെല്ലാം പറന്നുപോയി. ഭീകര അന്തരീക്ഷമായി കഴിഞ്ഞപ്പോൾ ഈ രക്ഷപ്പെടത്തില്ലെന്നൊരു മാർഗ്ഗമുണ്ട്. അപ്പം ഈശോനെ വിളിച്ച് പ്രാർത്ഥിച്ച് അന്നേരം ഈ തമിഴ്നാട്ടുകാരൻ വന്ന് ഒരു മാതാവിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ പടം ഇയാൾ പിച്ചാത്തി എടുത്ത് കണ്ടിച്ച് ഈ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ ഈ കടലൊന്ന് ശാന്തമാകണേ. അങ്ങനെ ഈ എന്തും വരട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വലയെടുക്കാതെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് കൊത്തിക്കളയാൻ പറഞ്ഞിട്ട് ജോലിക്കാർ ഇത് കൊത്തിക്കളയുന്നില്ല. അത്രയും വിലപിടിപ്പുള്ള ഉപകരണങ്ങളായതിൻ്റെ പേരിൽ ഇത് കൊത്തിക്കളയുന്നില്ല. അങ്ങനെ ഞാൻ ദേഷിച്ച് അങ്ങനെ ഇവർ ഈ വല പിടിക്കാൻ ചെന്ന് വല പകുതിയോളം കയറി ഒരു കടൽ വന്ന് പെട്ട് ഈ പിടിച്ച വല മൊത്തം ഇറങ്ങിപ്പോയി. വീണ്ടും നമ്മൾ ഒരു ബോട്ടിനെ നിയന്ത്രിക്കുന്ന ഒരാളും കൂടെ കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു അപകടം നമ്മൾ മണക്കുകയാണ്. അത് കാരണം ഞാൻ അതങ്ങ് ഹൃദയത്തിൽ നോക്കി. അപ്പം ഇവിടുന്ന് ചേട്ടൻ വിളിച്ചപ്പം ഈ സ്വിച്ച് ഓഫായി. കാറ്റും മഴയുമായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് ഈ ഫോൺ കോള് പോകാത്ത കാരണം ഈ ബോട്ടിന് അപകടം സംഭവിച്ചു, ഇവർ നഷ്ടപ്പെട്ടെന്നുള്ള ഒരു ചിത്രമായിരുന്നു. പക്ഷേ നമ്മൾ മാതാവിനെ പിടിവിട്ടില്ല. മാതാവേ നീ ഞങ്ങളെ സംരക്ഷിക്കണേ. അങ്ങനെ ഈ പടവുമായിട്ട് കിടന്ന എന്നെക്കാഴിയും ധൈര്യമുള്ള തമിഴ്നാട്ടുകാരനെന്ന് പറയുന്നത് നമ്മളെക്കാഴിയും മനോധൈര്യമുള്ളവരാണ്. അയാൾ എന്നെ വീണ്ടും വന്ന് സേവി ഇത് നമ്മൾ രക്ഷപ്പെടത്തില്ല.
അങ്ങനെ ഈ വല എടുത്ത് വല കയറി അവിടുന്ന് ഈ എങ്ങോട്ട് ബോട്ട് ഈ കോമ്പസിൽ നോക്കിയിട്ട് ബോട്ട് ഓടിച്ചിട്ട് ഒരു 10 RPM വെച്ചിട്ട് പോലും നമുക്ക് അതിനെ നേരിടാൻ പറ്റുന്നില്ല. ഈ ആകാശത്തോളം മുട്ടി കടൽ നമ്മുടെ ബോട്ടിലേക്ക് പതിച്ചു വരിക. അങ്ങനെ നിലവിളിച്ച് ഇവർ ഈ തൊണ്ട അലത്ത് ഞാൻ പറഞ്ഞ് സമാധാനപ്പെട്. നമ്മുടെ ബോട്ടിന് അന്ന് ഒരു പുതുക്കി പണിഞ്ഞൊരു ധൈര്യം ബോട്ടിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞ് മാതാവിനെ വിളിച്ച് മാതാവേ നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വിളിച്ച് ഞങ്ങൾ ഏകദേശം 5 മണിക്കൂർ ഓടിയാണ് ഞങ്ങൾ കൊല്ലത്ത് ഹാർബറിൽ വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ജീവൻ എന്ന് പറയുന്നത് അത് കരവന്ന് കണ്ടപ്പോഴാണ്. അന്നത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഈ എൻ്റെ കൂടെ ബോട്ടിൽ വന്ന അന്ന് നമ്മുടെ നാട്ടിലുള്ള അന്ന് പറഞ്ഞതാണ്, ഞാൻ ഇനി ഈ കടലിൽ കാല് ചവിട്ടത്തില്ല. പക്ഷേ അത് ഒരു മത്സ്യത്തൊഴിലാളി ആ ഭയം കൊണ്ട് പറഞ്ഞ. പക്ഷേ അയാൾ ഇന്നും കടലിൽ പോകുന്നുണ്ട്. പക്ഷേ അന്ന് അനുഭവിച്ച വേദന വളരെ കഠോരമായിരുന്നു. അത്രയ്ക്കും ഭയന്ന് ശരീരത്തിൻ്റെ വിറയിൽ ഒരാഴ്ചത്തോളം കടലിൽ ഞങ്ങൾ പോയില്ല. ബോട്ട് കരയിൽ കെട്ടിയിട്ടിരുന്നത്. അങ്ങനെ ഈ വലയും ബോർഡും ഈ എല്ലാം കുത്തി കളഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. തിരിച്ച് കിട്ടാതെ ആയപ്പോൾ കുത്തി കളയാൻ പറഞ്ഞു. അങ്ങനെ ദേഷിച്ചപ്പോൾ അവർ അത് കുത്തി കളഞ്ഞാണ് ഞങ്ങളന്ന് രക്ഷപ്പെട്ടത്. അത് നമ്മൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തി അവിടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി പോയതിൻ്റെ ഒരു ഫലം അവിടെ കണ്ട്. ആഴങ്ങളിൽ ബോട്ടിലുള്ള 6 പേരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മീയമായിട്ട് ഒത്തിരി മുൻപോട്ടുള്ളവരായിരുന്നു. അത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ചകളിൽ കടലിൽ പോകാറില്ല. 6 ദിവസവും ജോലിയെടുത്ത് 7ൻ്റെ അന്ന് നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് അന്നത്തെ ബലി കാണാതെ ബോട്ടിനടുക്കെ പോലും പോകാറില്ല. അന്നത്തെ ആ ഒരു വിശ്വാസം. പിന്നെ ബോട്ടിനകത്ത് ചെന്ന് നമുക്കൊരു 10-15 അരമണിക്കൂറിന് മുമ്പേ നമ്മൾ ബോട്ടിൻ്റെ ഒക്കെ ചെല്ലും. ജപമാല ആകുന്നത് നമ്മളൊരു തിരുന്താതി ഓതി ജപമാല പഠിച്ചിട്ട് ബോട്ട് ഇടാറുള്ളൂ. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നമ്മളൊരു തിരുന്താതി ഓതും. ബോട്ട് പോയി അഴിയുടെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അത് തിരുഹൃദയ കൊന്ത നമ്മൾ പഠിക്കും. ആ ഒരു വിശ്വാസം തന്നെ. എൻ്റെ ജോലിക്കാരും കൂടെ വരുന്ന ജോലിക്കാരും എന്നിൽ പ്രായമുള്ളവരായിരുന്നു. അവരും എല്ലാവരും ഈ ജപമാല എന്നൊരു ആ ജപമാല കഴുത്തിലിട്ടിട്ട് എൻ്റെ കൂടെ ജോലിക്കാൻ പറ്റും. അവരുടെയും ഒരു വിശ്വാസം, എൻ്റെയും ഒരു വിശ്വാസം. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഞാൻ ഇറങ്ങി ഞാനുമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും കടലിൽ. ഇത്രയും എനിക്കിപ്പോൾ 59 വയസ്സുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇന്നതുവരെയും ഞാൻ കടലിൽ എൻ്റെ ജീവിത പങ്കാളി ഹോസ്പിറ്റലല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുങ്ങി. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കടലിൽ പോകുന്നത്. ആ ഒരു വിശ്വാസം എന്നെ ഇത്രത്തോളം വലിയ വലിയ ആപത്തുകളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിച്ചു. ആ ഒരു വിശ്വാസം തന്നെ ആ ചുഴലിക്കാറ്റിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എന്നെ എന്ത് വില കൊടുത്തൊരു ഹെലികോപ്റ്ററെങ്കിലും വന്നെങ്കിൽ ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താമല്ലെന്നൊരു ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പിന്നെ നമ്മൾ ഈ ഓക്കി ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കി രക്ഷപ്പെടുത്താൻ അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടെന്ന്. പക്ഷേ അത് എൻ്റെ ഒരു ആത്മീയ ബന്ധം തന്നെയാണ് എന്നെ ആ വലിയ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതായത് 2 കൊല്ലത്തിന് മുമ്പേ എൻ്റെ വാഹനത്തിൽ ഒരു വലിയൊരു അപകടം നടന്നത്. ദൈവത്തിൻ്റെ ഒരു വിശ്വാസം നമ്മളെ ആ വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ കരകയറ്റിയത്. ബോട്ട് രാവിലെ വലയെടുത്ത് ചരക്ക് മോശമായിരുന്നു. അങ്ങനെ കുറച്ച് ബോട്ട് കൂട്ടം കൂടി നിന്ന് വലിക്കുന്നുണ്ട്. ഞാനങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ഇപ്പോഴത്തെ എൻജിൻ്റെ പവർ അനുസരിച്ച് വലിയ ബോട്ടിൻ്റെ ഇടയ്ക്കൊന്നും പോകാറില്ല. എന്നിരുന്നാലും അവരുടെയൊക്കെ കുറച്ച് കിഴക്ക് മാറി നിന്ന് വലയിട്ട് അപ്പം ഞങ്ങൾ തെക്കോട്ട് വലിച്ച് ഇങ്ങനെ പോയപ്പം വടക്കോട്ട് ഇപ്പോഴത്തെ ഒരു ചൈന ബോട്ട് വലിച്ചുകൊണ്ട് അവൻ്റെ അശ്രദ്ധ മൂലം ഞങ്ങളുടെ റോപ്പിൽ അവരുടെ ബോർഡ് കോരി വലിച്ചുകൊണ്ട് പോയി. ആ പോയ പോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശക്തിയിൽ ഈ റോപ്പ് പൊട്ടി മേളിൽ നിന്ന് കപ്പി വന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ മൂത്തത് ആ ചേട്ടൻ്റെ തലയിൽ ഈ കപ്പി വീണ് ഈ തലയോട്ടിൽ നിന്ന് ഇത്രയും ഭാഗം ഇങ്ങനെ ഉരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ട് ഈ റോപ്പ് ഞങ്ങൾ ബോട്ടിലെ റോപ്പ് കൊത്തിവിട്ട് ഈ ആളിനെ രക്ഷപ്പെടുത്താൻ. പക്ഷേ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർ ഇത് കണ്ട് ഭയന്നു പോയി. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു താറാമുട്ട എങ്ങനെ ഇരിക്കുക അതുപോലെയാണ് ഈ തലയോട്ടി കാണുന്നത്. ആഴങ്ങളിൽ കപ്പി പൊട്ടി വീണ് ഈ ജോലിക്കാരെ എൻ്റെ കയ്യിൽ എൻ്റെ ചേട്ടൻ കൈക്കകത്ത് കിടക്കുക. അപ്പം ഈ വീണ വീഴ്ചയിൽ തന്നെ കൈ 4 ഒടിഞ്ഞെന്നുള്ള എനിക്ക് മനസ്സിലായി. കൈക്ക് പിടിച്ചപ്പോൾ കൈ വേദനയായിട്ട്. അപ്പോൾ ഈ തലയിൽ നിന്നുള്ളത് ഈ മൊത്തത്തിൽ ഉരിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ട് കിടക്കുക. അപ്പോൾ ചേട്ടൻ നിലവിളിച്ചോണ്ട് പറഞ്ഞ് ഈ തുണി മാറ്റ്. പുള്ളിക്ക് ഉദ്ദേശം ഞാൻ തലയിൽ എന്തോ തുണി കെട്ടിക്കൊടുത്തതാണ്. തുണി മാറ്റി എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പുള്ളീനെ ബോട്ടിൽ കിടത്തിയിട്ട് അപ്പോൾ ജീവൻ പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കാര്യം ഈ ആളെ രക്ഷ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ ഓടി വന്ന് മാതാവിനെ തൊട്ടുമുത്തിക്കൊണ്ട് മാതാവേ നീ എന്തോ ഈ കാണിക്കുന്നത്.
അങ്ങനെ ഞാൻ നിലവിളിച്ചുകൊണ്ട് വയലക്സിൽ വിളിച്ച് മറ്റു ബോട്ടുകാരെ വിളിച്ച് എനിക്ക് ഇന്നണക്കൊരു അപകടം പറ്റി നിങ്ങൾ ഓടിവ. എൻ്റെ ഒരു സ്നേഹിതൻ നീണ്ടര ഒരു വലിയ ബോട്ടായിരുന്നു. അവർ ഇങ്ങനെ വന്നു പിന്നെ ബോട്ട് അന്നേരം ഇച്ചിരി കടലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവരെ അടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരൊരു 3-4 പേര് ടയറിൽ ചവിട്ടി നിന്നിട്ട് ഈ ആളിനെ പൊക്കി കൊടുത്ത് അവർ പിന്നെ സ്പീഡുള്ള ബോട്ടാണ്, പെട്ടെന്ന് ഇവർ ബോട്ട് അടിക്കാത്തോട്ട് എത്തിക്കാൻ പറ്റും, അതുകൊണ്ട് അവരെ വിളിച്ചത്. അപ്പം ഞാനിങ്ങനെ കരയിൽ എൻ്റെ പിന്നെ പെങ്ങളുടെ മോനെ എൻ്റെ ബോട്ട് ലേലം ചെയ്യുന്നത്, എന്നെ ജാക്സനെ വിളിച്ചു. അപ്പം അയാളെ പാർട്ടിയുമായിട്ടൊക്കെ ഇച്ചിരി ബന്ധമുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിച്ച് ആംബുലൻസ് അവിടെ വരുത്തി ഈ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഈ ആംബുലൻസ് പോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു. അപ്പം ബോട്ട് അവിടുന്ന് ഞാൻ സമയം നോക്കിയപ്പോൾ ഏതാണ്ട് 49 മിനിറ്റ് ആ ബോട്ട് സ്പീഡ് വെച്ച് ഓടിയാൽ ഇവിടെ എത്തുമെന്ന് മനസ്സിലായി. അങ്ങനെ ഈ ബോട്ടിൽ ഈ ആളിനെ പൊക്കി കൊടുത്ത് ഈ ബോട്ടുകാരനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഒരു കാരണവശാലും രക്ഷ കിട്ടുന്നൊരു രീതി കാണുന്നില്ല, ആളിങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു വിശ്വാസം ഞാനങ്ങനെ അന്തോനീസിൻ്റെ ഒരു വിശ്വാസിയാണ്. അന്തോനീസെ അസാധ്യ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ആ ജീവൻ ഇങ്ങനെ തിരിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഈ റോപ്പൊക്കെ ഈ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ ജോലിക്കാരൻ അങ്ങനെ ഈ അവർ വലിച്ചുകൊണ്ട് പോയപ്പോൾ കുറേ റോപ്പ് വന്ന് ചുറ്റി ഇഞ്ചൻ നിന്ന് കിടന്നത്. ബോട്ടിലൊരു ജോലിക്കാരൻ ഈ ഇറങ്ങി എല്ലാം കൊത്തി ഈ ബോട്ട് ഞങ്ങൾ പതുക്കെ ഓടിച്ച് ഇവിടെ ഹാർബറിൽ വന്നു. ആളിനെ മെഡിസിറ്റിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ 24 മണിക്കൂറാണ് ഈ എൻ്റെ ചേട്ടൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തലയൊട്ടിക്ക് പൊട്ടലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതെല്ലാം ഈ തലയിൽ നിന്ന് മൊത്തം ഈ തൊലിയും മുരിഞ്ഞ് അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസം ഈ കൈയെല്ലാം പിന്നെ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ മൊത്തം പേരും അവിടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പിറ്റേന്ന് അവർ പറഞ്ഞ് തലയുടെ ഓപ്പറേഷൻ പിറ്റേന്നാണ്. അത് പിന്നെ പൂർണ്ണത എത്തണമെങ്കിൽ അത് 48 മണിക്കൂർ കഴിയണം. അങ്ങനെ അവർ ഈ 48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തലയുടെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഒരു വാഹനത്തിൽ വന്നൊരു സഹോദരൻ ഒരു രോഗാവസ്ഥയിൽ ആയിപ്പോയല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ എനിക്കും വളരെ വിഷമമുണ്ടായിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, മൂവ് ആയിട്ടുണ്ട്. അവർ ആ ഓപ്പറേഷൻ ചെയ്ത് ആൾ ഇങ്ങനൊരു രോഗാവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം കൈ വഴങ്ങത്തില്ല, 4 ഒടിവുണ്ട്, അത് ഓപ്പൺ ചെയ്ത് ഇത് കമ്പി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അന്തോനീസിനെ വിളിച്ച വിളി, അന്തോനീസ് അസാധ്യ കാര്യമാണ് നമ്മൾ ചോദിച്ച ജീവൻ തിരിച്ച് കിട്ടണം. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ജീവനോടെങ്കിലും ആളിരിക്കണം എന്നുള്ളൊരു വിളിയല്ലാണ് നമ്മൾ അന്തോനീസിനോട് പറഞ്ഞത്. പക്ഷേ അയാളിങ്ങനെ ഈ വീട്ടിൽ വന്ന് ഒരു 2 മാസം കഴിഞ്ഞ് ഈ കൈ ഫിസിയോതെറാപ്പി ചെയ്ത് പഴക്കിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 10-20 ദിവസം പുള്ളി ഫിസിയോതെറാപ്പി ഒന്നും ചെയ്തിട്ട് ഈ കൈ ഒരു വഴങ്ങിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ബോട്ടിൽ കയറി ബോട്ടിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആയവും ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് വഴക്കും. അങ്ങനെ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞ് പുള്ളീനെ ഇച്ചിരി നടക്കാനൊക്കെ ആയി പള്ളിയിലൊക്കെ വന്ന്. പുള്ളിയും ഒരു നമ്മളെപ്പോലെ നല്ല ദൈവവിശ്വാസിയായിരുന്നു, ജപമാലയൊക്കെ പഠിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു 6-7 മാസം വരെ പുള്ളി റെസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞാനൊരു ആദ്യത്തെ ഒരു ദിവസം ബോട്ടിൽ കൊണ്ടുപോയി കുറച്ച് പിടിച്ചൊക്കെ നിന്നു. തുടർന്ന് പിന്നെ ഒരാഴ്ച പുള്ളി വീട്ടിൽ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവന്നു. ഇപ്പോൾ ആൾ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. കൈക്ക് അത്ര 100% പ്രവർത്തനം ഇല്ല എങ്കിലും ഒരു 80% ഈ കൈ വഴങ്ങി കിട്ടി. അതും എൻ്റെ ഒരു ആത്മീയ വിശ്വാസത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ്. എനിക്ക് അന്തോനീസിൽ എനിക്ക് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. ആ അസാധ്യ കാര്യമാണ് ആ ജീവൻ തിരിച്ചു തന്ന് ഇന്നിപ്പം ജോലി ചെയ്യുന്നു. ആ ഒരു ജീവിത പങ്കാളിക്കും മക്കൾക്കും ജോലി ചെയ്യാനുള്ള ഒരു കഴിവും ശക്തിയും ദൈവം കൊടുത്തു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. 1993 ഞാൻ വിവാഹിതനാകുന്നു. എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അവർ 3 പെൺമക്കളായിരുന്നു. അതിൽ ഇളയ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആത്മീയപരമായിട്ട് ഒരു ബന്ധം ആ മകളിലും ഉണ്ടായിരുന്നു. എന്നെ ഈ പഴയതിലും കുറച്ച് ആത്മീയതയിലോട്ട് മുമ്പോട്ട് നീക്കിയത് എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. എന്നെ ഒരു ബലി പോലും സുഖമില്ലാതെ കിടപ്പിലാകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ബൈബിളിൽ കാണാത്ത. അതല്ലാതെ ഒരു കണ്ണ് തുറന്ന് രാവിലെ 5 മണിക്ക് എണീക്കുക, രാവിലത്തെ പൂജ കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു ആത്മീയ ബന്ധത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. 3 പേരും ആത്മീയ ബന്ധത്തിൽ തന്നെ ആ മക്കളെ വളർത്തിയെടുത്തത്. ഇന്നും ഞങ്ങൾ രാവിലെ
ബലി കണ്ട് കാഴ്ചവെച്ചിട്ടാണ് ഇന്നും ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സന്ധ്യാനാമം ഞങ്ങൾ മുടക്കില്ല. അത്രയ്ക്ക് അസൗകര്യം എന്തെങ്കിലും ഒരു വഴിക്ക് പോയി വൈകിയാലും ഞങ്ങൾ 10 മണിയായാലും കൊന്ത പഠിക്കാതെ ഞങ്ങൾ ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു ആത്മീയ ബന്ധം എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഴങ്ങളിൽ ആത്മീയ വിശ്വാസം എന്ന് പറയുമ്പോൾ പണ്ട് പുരാതന കാലം തൊട്ടേ കരമുടക്കം എന്നൊക്കെ പറയുന്ന ദിനങ്ങൾ വരുമ്പം അത് കരമുടക്കമായിട്ട് തന്നെ ആചരിച്ച് ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസങ്ങളിൽ അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രിസ്തീയ വിശ്വാസം കൊണ്ട് തന്നെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലയളവിൽ അത് ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്നിപ്പം ഞായറെന്നില്ല, മുടക്കമെന്നില്ല, ഈ ദുഃഖ വെള്ളിയാഴ്ച പോലും ഫിഷ് ചെയ്യുന്നൊരു ഫിഷിങ് മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വലിയ വാഹനങ്ങൾ ഇറങ്ങിയപ്പോൾ അവർ 7 ദിവസം 8 ദിവസവും 10 ദിവസവും കടലിൽ കിടന്ന് ജോലി ചെയ്യുന്ന തമിഴ്നാട്ടുകാരൊക്കെയാണ് നമ്മളെക്കാളും വിശ്വാസം ആദ്യമേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ കടലിൽ ഈ മുടക്കമൊന്നുമില്ലാതെ അവർ യഥാർത്ഥത്തിൽ ദുഃഖവെള്ളി ഇപ്പം ഒരു പകുതിയോളം തമിഴ് ആൾക്കാർ ഉള്ള ദുഃഖവെള്ളിയെ പോലും ആചരിക്കുന്നത്. അവർക്ക് പോലും ഒരു വിശ്വാസ്യത ഇല്ലാതെ വാഹനങ്ങൾ ഒത്തിരി സമ്പത്ത് മുടക്കി അവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞാണ് അവരിപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാളും മുമ്പേ അവർ ദേവാലയത്തിൽ വന്നിരുന്ന് ബലി കാണുന്ന ആൾക്കാരായിരുന്നു. അവരിലും ഇപ്പോൾ വിശ്വാസം കുറഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഞായറാഴ്ച എന്ന് പറയുന്നൊരു മുടക്ക ദിവസമായിട്ട് തന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മൾ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ഫിഷിംഗ് മേഖല വലിയ വാഹനങ്ങൾ വന്നപ്പോൾ നമുക്ക് മത്സ്യബന്ധനത്തിന് വളരെ മീൻ സുലഭമായിട്ട് കിട്ടുകൊണ്ടിരുന്ന കടലിൽ ഇപ്പം മത്സ്യസമ്പത്ത് കുറവാണ്. നമ്മളുടെ ചെറിയ വാഹനങ്ങളൊക്കെ ചെല്ലുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളാണ്. ആ എണ്ണയ്ക്ക് ഉള്ള പൈസ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇപ്പം ഞാൻ 2 മാസത്തോളം ഈ വാഹനം കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു പാതയായിരിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുന്നത്. ഈ ഫിഷിങ്ങിനൊരു മാറ്റം വരും. മാറ്റം വന്നാലേ ഈ കടലിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബോട്ടിൽ പോയി സ്ട്രാങ്കായിട്ട് 27 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കല്യാണം കെട്ടി എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ജീവിതം മുമ്പോട്ട് പോയാൽ 3 മക്കളുണ്ട്. 3 മക്കൾ അവരെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ച് അവർ ഇന്നിപ്പോൾ 3 പേരും തൊഴിലിന് പോയിരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെ ആത്മീയ ബന്ധത്തിൽ ഒത്തിരി നന്മകൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഭവനം, എനിക്കൊരു ബോട്ട്, പിന്നെ എൻ്റെ മക്കൾ ജോലി ചെയ്ത് ഒരു വാഹനം, ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം എനിക്കൊരു വാഹന സൗകര്യം തന്നെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം തന്നെ, എൻ്റെ ആത്മീയ ബന്ധത്തിൻ്റെ ഒരു ഫലം തന്നെ എൻ്റെ 3 മക്കളും ഞങ്ങൾ 5 പേരടങ്ങുന്നൊരു കുടുംബം. ആ തന്ന ദൈവത്തിന് 100 കോടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു.